വടകരയിൽ ഷാഫിയെ ജയിപ്പിക്കുന്ന ചെമ്പട ഒറ്റ വാക്കിൽ ഇങ്ങനെ പറയാൻ സാധിക്കും. വടകരയിലെ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയം നമ്മൾ കുറേ ദിവസങ്ങളായി പലതവണ ചർച്ച ചെയ്തതാണ്. ഒരു പക്ഷേ അവിടെ ഉണ്ടാകുന്ന ഏതുതരം അട്ടിമറിയും കേരളം കാത്തിരിക്കുകയുമാണ്. അതിനിടെയാണ് ഷാഫിയെ തന്നെ ജയിപ്പിച്ചേ അടങ്ങൂ എന്ന മട്ടിൽ ഒരു പറ്റം DYFI പ്രവർത്തകർ ചെമ്പട എന്ന പേരിൽ മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് ഷാഫിക്ക് മുന്നിൽ നിൽക്കുന്ന കാഴ്ച കഴിഞ്ഞ ദിവസം കേരളം കണ്ടത്. ഷാഫി പറമ്പിൽ അവിടെ ഒരു അമ്പലത്തിൽ ഉത്സവ സ്ഥലത്ത് വോട്ട് തേടി എത്തിയതായിരുന്നു. അവിടെയാണ് ഷാഫി മടങ്ങുന്ന സമയത്ത് ആ വഴിവക്കിൽ നിന്നുകൊണ്ട് ശൈലജ ടീച്ചർക്ക് അനുകൂലമായ വൻ പ്രകോപന മുദ്രാവാക്യവും വിളിച്ചുകൊണ്ട് അവിടെ നിന്നത്. ചെമ്പടയാണിത്, ചെമ്പട, ശൈലജ ടീച്ചറുടെ ചെമ്പട, വോട്ട് ഫോർ ശൈലജ ടീച്ചർ. എന്താണ് ഇത് കാണുന്ന ഒരു വോട്ടർക്ക് മനസ്സിലുണ്ടാകുന്നത്? യഥാർത്ഥത്തിൽ കേരളത്തിൽ ഒരു സ്ഥാനാർത്ഥിക്ക് സ്വതന്ത്രമായി പോയി വോട്ട് ചോദിക്കുകയും അവിടെ നിന്ന് പോകാനും കഴിയില്ലേ? കേരളം മറ്റേതെങ്കിലും ഒരു ഭൂഖണ്ഡമാണോ? അതായത് എല്ലായിടത്തും സ്വതന്ത്രമായി വോട്ട് ചോദിക്കാൻ കഴിയാത്തൊരു സാഹചര്യമാണോ ഉള്ളത്? ഒരു സ്ഥാനാർത്ഥി വോട്ട് ചോദിച്ച് ഇറങ്ങുന്ന വഴിക്ക് അവിടെ നിന്ന് പ്രകോപനം ഉണ്ടാക്കുന്നത് എന്തിനു വേണ്ടിയാണ്? യഥാർത്ഥത്തിൽ ഈ പ്രകോപനം ഉണ്ടാക്കുന്നവർ വെറും ഒരു ആവേശ കമ്മിറ്റിക്കാരാണ് എന്ന് മാത്രം പറയേണ്ടി വരും. പക്ഷെ അതിനപ്പുറത്തേക്ക് ഇതിന് പല രാഷ്ട്രീയമുണ്ട്, ഇതിൽ നിന്ന് ഉരുത്തിരിയുന്ന പല രാഷ്ട്രീയവുമുണ്ട്. അതാണ് നമ്മൾ ഈ വീഡിയോയിൽ പരിശോധിക്കുന്നത്. ഇങ്ങനെ ഒരു കാഴ്ച നിങ്ങളൊരു പക്ഷേ അല്പ ദിവസങ്ങൾക്ക് മുൻപ് കണ്ടിട്ടുണ്ടാവും. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് തൊട്ട് പിന്നാലെ തൃശ്ശൂരിൽ സുരേഷ് ഗോപി എത്തിയപ്പോൾ സുരേഷ് ഗോപിയും ഇതേപോലൊരു ക്ഷേത്രോത്സവത്തിൻ്റെ ഭാഗമായി അവിടെ കൂടിയ ആളുകളിൽ നിന്ന് വോട്ട് അഭ്യർത്ഥിക്കാനായി എത്തുന്നു. അവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് സംഘടിതമായി നിന്നുകൊണ്ട് VS സുനിൽകുമാറിന് അനുകൂല മുദ്രാവാക്യം വിളികളുമായി ഒരു പറ്റം തടിച്ചുകൂടുകയാണ്. യഥാർത്ഥത്തിൽ ഒരു വശത്ത് BJP പ്രവർത്തകർ നിൽക്കുന്നു. BJP പ്രവർത്തകരുടെ നടുവിലൂടെയാണ് സുരേഷ് ഗോപി ഇറങ്ങി വരുന്നത്. അവിടെ യാതൊരു കാരണവുമില്ലാതെ ഒരു സ്ഥാനാർത്ഥി പോകുന്നയിടത്ത് അങ്ങനെ ഒരു പ്രകോപനം ഉണ്ടാകുന്നു എന്നുള്ളതാണ്. ഈ പ്രകോപനത്തിൻ്റെ ഉദ്ദേശം എന്താണ്? ഇതിലാണോ തങ്ങളുടെ ശക്തി തെളിയിക്കുന്നത്? ഇങ്ങനെ 10 മുദ്രാവാക്യം വിളിച്ചു കഴിഞ്ഞാൽ തങ്ങളാണ് ശക്തർ എന്ന് ജനം തിരിച്ചറിയുമെന്നാണോ നിങ്ങളുടെ ഒരു ധാരണ? യഥാർത്ഥത്തിൽ അത്രയധികം മോശം പ്രവണതയാണ് തെരഞ്ഞെടുപ്പ് രംഗത്ത് ഈ 2 കാഴ്ചകളിൽ. തൃശ്ശൂരിൽ സുരേഷ് ഗോപിക്കെതിരെ ഇടതുപക്ഷവും വടകരയിൽ ഇതേ ഇടതുപക്ഷം കാട്ടുകയും ചെയ്തത് എന്ന് നിസ്സംശയം പറയേണ്ടി വരും. ഒരു സ്ഥാനാർത്ഥിക്ക് ഏതെങ്കിലും ഒരു സ്ഥലത്ത് സ്വതന്ത്രമായി വോട്ട് ചോദിക്കാനുള്ള അവകാശമുണ്ടെന്നിരിക്കെ അവിടെ ഇത്തരം പ്രകോപനം സൃഷ്ടിക്കുന്നു. ഇതിനുമപ്പുറം നമ്മൾ വിട്ടുപോയത് കൊല്ലത്താണ്. കൊല്ലത്ത് BJP സ്ഥാനാർത്ഥി കൃഷ്ണകുമാറിനെ വോട്ട് തേടി കലാലയത്തിലെത്തിയപ്പോൾ അവിടെയും SFI പ്രവർത്തകർ സമാനമായ രീതിയിൽ അതിനെ തടയുന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തിയിരുന്നു. പല വിശദീകരണങ്ങളും വന്നിരുന്നു. അത് ക്യാമ്പസിലെ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്ന വേദി ആയതുകൊണ്ടാണ് തടഞ്ഞത് എന്നൊക്കെയുള്ള നിലപാടുകൾ വന്നിരുന്നു. പക്ഷേ അത് നമ്മൾക്ക് മാറ്റി നിർത്താം. പക്ഷേ ഈ 2 പ്രത്യക്ഷമായി കണ്ട കാഴ്ച അത് അവിടുത്തെ ജനാധിപത്യപരമായി വോട്ട് ചോദിക്കാൻ എത്തുന്ന ഒരു സ്ഥാനാർത്ഥിയെയും അവിടെ പ്രകോപിപ്പിക്കുന്നു. യഥാർത്ഥത്തിൽ ഇപ്പുറത്ത് നിൽക്കുന്ന BJPക്കാർക്കോ കൂടെ നടക്കുന്ന കോൺഗ്രസ്സുകാർക്കോ ഇതൊന്ന് തിരിച്ചു ചോദിക്കണം, തിരിച്ചു മുദ്രാവാക്യം വിളിച്ചാൽ എന്തായിരിക്കും അവിടെ സംഭവിക്കുക? അവിടെ ഒരു സ്ഥാനാർത്ഥി അടക്കമുള്ള സ്ഥലത്തൊരു സംഘർഷം ഉണ്ടാക്കിക്കൊണ്ട് എന്തിനാണ് ഇടതുപക്ഷ പ്രവർത്തകർ ഇങ്ങനെ ഒരു നീക്കം നടത്തുന്നത് എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ളത്. ഒന്നുകൂടി മനസ്സിലാക്കുക, വളരെ സംയമനത്തോടെയാണ് ഈ 2 ഇടങ്ങളിലും സ്ഥാനാർത്ഥികൾ കടന്നുപോയത്. തൃശ്ശൂരിൽ സുരേഷ് ഗോപി ആണെങ്കിലും വടകരയിൽ ഷാഫി ആണെങ്കിലും ചിരിച്ചുകൊണ്ട് പോകുന്ന കാഴ്ചയാണ് കണ്ടത്. തൃശ്ശൂരിൽ സുരേഷ് ഗോപി ഒന്നുകൂടി കടന്ന് അവിടെ ഉള്ള ചെണ്ടമേളത്തിന് അല്പം ഡാൻസൊക്കെ കളിച്ചുകൊണ്ടാണ് പോകുന്നത് കണ്ടത്. ഷാഫി ആണെങ്കിലും മറ്റൊരു വാക്കും പറയാതെ കടന്നു പോകുന്നു. ഒപ്പമുള്ള പ്രവർത്തകരും അത്രയധികം മര്യാദയോടുകൂടി കടന്നു പോകുന്ന കാഴ്ചയാണ് കണ്ടത്. യഥാർത്ഥത്തിൽ ഇവർ ശൈലജ ടീച്ചറെ ജയിപ്പിക്കാൻ വേണ്ടി തന്നെയാണോ ഇങ്ങനെ ചെയ്യുന്നത് എന്ന സംശയമാണ് ബാക്കിയാകുന്നത്. അവിടെ തിരിച്ചൊരു പ്രകോപനം ഉണ്ടാകുകയും ഒരു സംഘർഷം ഉണ്ടാകുകയും ആ സ്ഥാനാർത്ഥിക്കടക്കം അതിൽ എന്തെങ്കിലും പരിക്ക് പറ്റുകയും ചെയ്യുന്നൊരു സാഹചര്യം ഉണ്ടായാൽ എന്താണ് സംഭവിക്കുക? ആ ഒരു ഒറ്റ സംഭവം മതി കേരളത്തിലാകെ ഇടതുപക്ഷത്തിനെതിരെ വലിയൊരു വികാരം ഉണ്ടാകാൻ എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അവിടെയാണ് യാതൊരു ഉത്തരവാദിത്വവും ഇല്ലാതെ ഇങ്ങനെ ഒരു നടപടിയുമായി മുന്നോട്ട് പോകുന്നത്. ഒരു അടി കിട്ടുകയോ ഒരു അടി ഉണ്ടാകുകയോ ചെയ്തു കഴിഞ്ഞാൽ അത് എത്രത്തോളം എതിരാളികൾ ഉപയോഗിക്കും എന്നുള്ള പ്രാഥമിക ബോധം പോലും ഇല്ലാതെ തങ്ങളുടെ പാർട്ടി കോട്ടകളിൽ നിന്നുകൊണ്ട് ഹുങ്ക് കാണിക്കുകയാണ്
ഈ രണ്ട് സ്ഥലങ്ങളിലും ഇടതുപക്ഷ പ്രവർത്തകർ ചെയ്തത് എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല. ഒരു പരിധിവരെ ഷാഫി പറമ്പിൽ ഒരു ഗംഭീര ലാൻഡിംഗ് നടത്തുന്നു. അതിനെ തുടർന്ന് വലിയൊരു ആവേശമുണ്ടാകുന്നു. ഷാഫി തന്നെ വടകരയിൽ ജയിച്ചു എന്ന് ഏതാണ്ട് ഉറപ്പിക്കുന്ന ഒരു ഘട്ടത്തിലാണ് അതിനെതിരെ തിരിച്ചു പിടിക്കാൻ ഇടതുപക്ഷം പല നീക്കങ്ങളും നടത്തിയത്. CAA നൈറ്റ് മാർച്ചുകൾ അതിൻ്റെ വലിയ ഉദാഹരണങ്ങളായിരുന്നു. വടകര മണ്ഡലത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നടന്ന നൈറ്റ് മാർച്ചുകളിൽ 10,000-ങ്ങളാണ് പങ്കെടുത്തത്. അങ്ങനെ ആൾക്കൂട്ടമാണ് വടകരയുടെ രാഷ്ട്രീയം. ആൾക്കൂട്ടത്തെ അണിനിരത്തി ശക്തി തെളിയിച്ചുകൊണ്ടാണ് അവിടെ മുഴുവൻ പരിപാടികളും നടക്കുന്നത് എന്നുള്ള കാഴ്ചകളാണ് പിന്നീട് നമുക്ക് കാണാൻ സാധിച്ചത്. അത് എല്ലാം അവിടെ നിൽക്കുമ്പോഴാണ് ഇത്തരത്തിലൊരു പ്രകോപന നിലപാടുമായി ഇടതുപക്ഷ പ്രവർത്തകർ, LDF പ്രവർത്തകർ അവിടെ നിലയുറപ്പിച്ചത് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ളത്. സത്യത്തിൽ ഒരു തെരഞ്ഞെടുപ്പ് രംഗത്ത് ഉണ്ടാകുന്ന ചെറിയ പ്രശ്നങ്ങൾ പോലും വലിയ രീതിയിൽ ബാധിക്കും ആ തെരഞ്ഞെടുപ്പിനെ എന്നിരിക്കെ അത്രയധികം ടൈറ്റ് മത്സരം നടക്കുന്ന ഒരു മണ്ഡലത്തിൽ ശൈലജ ടീച്ചറിനെ പോലെ വിജയസാധ്യത ഏറെയുള്ള ഒരു സ്ഥാനാർത്ഥി എന്ന് തന്നെ നമുക്ക് പറയാൻ കഴിയും. അതായത് അവർക്ക് എതിരഭിപ്രായം അവർക്കെതിരെ ആർക്കുമില്ല. അങ്ങനെ ഇരിക്കെയാണ് അവിടെ ഇത്തരത്തിൽ ഒരു ചെമ്പടയുടെ മുദ്രാവാക്യവുമായി ഒരു പ്രകോപനം സൃഷ്ടിക്കുന്നത്. അത് സോഷ്യൽ മീഡിയയിൽ വൈറലാണ്. മാത്രവുമല്ല, ഷാഫി പറമ്പലിൻ്റെ പല പോസ്റ്റുകളടക്കം അവിടെ തകർക്കുന്നു ഇടത് പ്രവർത്തകർ എന്ന ആരോപണവുമായി T. സിദ്ദിഖ് MLA ഉൾപ്പെടെയുള്ളവർ രംഗത്ത് വരികയും ചെയ്യുന്ന കാഴ്ച നമ്മൾ കണ്ടതാണ്. അങ്ങനെ ഒരു അക്രമ രീതിയിലേക്ക് ഇടതുപക്ഷം ആ മേഖലയിൽ പോകുന്നു എന്ന് ആരോപിക്കാൻ കോൺഗ്രസിന് ഒരു അവസരമുണ്ടാക്കി കൊടുക്കുകയാണ് ഈ ചെമ്പടയുടെ ആവേശപ്രകടനത്തിലൂടെ ഫലത്തിൽ നടന്നത് എന്ന് തന്നെ പറയേണ്ടി വരും. എന്തായാലും വടകരയുടെ വിധി പറയാനായിട്ടില്ല. ഇനിയും ദിവസങ്ങൾ ബാക്കിയാണ് എന്നുള്ളതാണ്. ഇത്തരത്തിലുള്ള സൂക്ഷ്മമായ ഓരോ കാര്യങ്ങളും തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ വളരെ നിർണായകമാണ് എന്നുള്ളത് കൊണ്ടാണ് നമ്മൾ ഈ വിഷയം ഇവിടെ അവതരിപ്പിക്കാൻ ശ്രമിക്കുകയും ചെയ്തിട്ടുള്ളത്. ഇനിയുള്ള ദിവസങ്ങളിൽ കൂടുതൽ സ്റ്റാർ ക്യാമ്പയിനർമാർ എത്തുന്നു വടകരയിലേക്ക് എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ളത്. ഒരുപക്ഷെ തെരഞ്ഞെടുപ്പിൻ്റെ അവസാന ഘട്ടത്തിൽ രാഹുൽ ഗാന്ധി പോലും എത്താനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല. മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ പര്യടനം ആരംഭിച്ചിരിക്കുന്നു. വൈകാതെ അദ്ദേഹം വടകരയിലും എത്തുന്നുണ്ട്. തൊട്ടിപ്പുറത്ത് അച്ചൂമ്മനെ പോലെയുള്ള കോൺഗ്രസ് ക്യാമ്പിലെ സ്റ്റാർ ക്യാമ്പയിനർമാർ എത്തുന്നു. 3-ാം തീയതി അച്ചൂമ്മൻ തുടങ്ങുന്നത് തന്നെ വടകരയിലാണ് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ളത്. അതായത് ഒരുപക്ഷെ വടകര കൈവിടാനാകില്ല എന്ന് കോൺഗ്രസ് ഉറച്ച് വിശ്വസിക്കുന്നു, അവരുറപ്പിക്കുന്നു. കാരണം K. മുരളീധരനെ ഒരു സ്ഥലത്ത് നിന്ന് മാറ്റി മറ്റൊരു സ്ഥലത്തേക്ക് പ്രതിഷ്ഠിക്കുമ്പോൾ അവിടെ വടകരയിൽ മറ്റ് ഷാഫിയെ അവിടെ ഇറക്കുമ്പോൾ ആ മണ്ഡലം ജയിച്ചില്ലെങ്കിൽ പാർട്ടി നേതൃത്വത്തിനും വലിയ ഉത്തരം പറയേണ്ടി വരുന്ന ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ വടകരയ്ക്കായിട്ടുള്ള വാശിയേറിയ പോര് തുടരുകയാണ് എന്ന് തന്നെ പറയേണ്ടി വരും. അതിനിടയിലാണ് ഈ പിടിവലികൾ. എന്തായാലും ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നന്ദി.